സദാം പ്രസംഗാത് മമ വീര്യസംവിദോ ഭവന്തി ഹൃത് കർണരസായന കഥാഃ തജ്ജോഷണാദാശു അപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. 1-2 ശ്ലോകത്തിൽ ഈ ജന്മത്തിൽ തന്നെ മനസ്സ് ഭഗവാനിൽ ചേർത്ത് സാക്ഷാത്കാരം നേടി മുക്തി അടയാനുള്ള വഴി പറയാം. സത്സംഗമാണമ്മേ, ഭക്തിയാണമ്മേ അതിന് മുഖ്യമായ മാർഗം. ആ ഭക്തി ഉണ്ടാവാൻ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം. സജ്ജനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. എപ്പോഴും ഭഗവാനെക്കുറിച്ച് പറയും, കേൾക്കും, ചിന്തിക്കും. അവർക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് ആ ഭഗവാൻ മാത്രമാണ് സത്യം എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഭക്തന്മാർക്ക് പറഞ്ഞും അതിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവരുടെ അടുത്ത് പോയാൽ തീർച്ചയായിട്ടും ഈശ്വരനെക്കുറിച്ചും ഈശ്വര മാഹാത്മ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാനിട വരും. അത് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലോ നമുക്കും ആ മഹാന്മാരുടെ ജീവിത രീതിയിൽ താല്പര്യം ഉണ്ടാവും. ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവാനെ ഭജിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. മാത്രമല്ല അവർ പറഞ്ഞു തരും, ഭഗവാൻ മാത്രമാണ് കുട്ടി, നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുവും സുഹൃത്തും, ബാക്കി എല്ലാവരും നമ്മളെ വിട്ടുപോകും. വിട്ടുപിരിയാത്ത ഒരാൾ നാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കില്ലേ ഭഗവാൻ. അങ്ങനെയുള്ള ഈ മഹാപ്രഭുവിനെയാണ് നീ ആശ്രയിക്കേണ്ടത്. ആ ഭഗവാനെ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമേ നിൻ്റെ കഷ്ടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനോവേദനകളൊക്കെ തീരുള്ളൂ ഉണ്ണി. അവിടെ ആശ്രയിച്ചോളൂ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എന്ന് ഇങ്ങനെ അവർ പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? ശ്രദ്ധ. ഇത് വളരെ മുഖ്യ വിഷയം. അധ്യാത്മ സാധകന്മാർക്ക് വേണ്ട വലിയൊരു ഗുണമാണ്, ബുദ്ധിശക്തിയേക്കാളും വലുതാണ് ശ്രദ്ധ. ജീനിയസ് ഒന്നും ആവണമെന്നില്ല. ശ്രദ്ധയുള്ളവൻ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുക. അവന് അതിൽ താല്പര്യം ഉണ്ടാവും. അവൻ ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണം ഒക്കെ നേടി അവൻ സംസാരത്തിൽ നിന്ന് മുക്തനാവും, ശാശ്വത ശാന്തി ലഭിക്കും. ശ്രദ്ധാവാൻ. എന്താ ശ്രദ്ധ? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധിയ അവധാരണ. ശാസ്ത്രങ്ങൾ പറയണ ഇപ്പോൾ ഭാഗവതം ശാസ്ത്രമാണ് അല്ലേ? കപില ഭഗവാൻ നമുക്കിത് ഉപദേശിച്ചു തരണം അല്ലേ? ഞാനല്ലത് പറയണത്, കപില ഭഗവാന്റെ വാക്കുകൾ മൈക്കിലൂടെ പറയുക അല്ലേ? ആ ഉപദേശിക്കുന്ന കപില ഭഗവാനിൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഗീത പഠിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ, അല്ലെങ്കിൽ ഉപനിഷത്ത് പഠിക്കുകയാണെങ്കിൽ ആ ഋഷിമുനികളിൽ, അവരുടെ വാക്കിലും അതുപോലെ ഈ ശാസ്ത്രത്തിലും ഓ ഇത് സത്യമാണ് കേട്ടോ എന്ന ഒരു വിശ്വാസം, ആ ബോധ്യം, അത് എന്നാൽ രക്ഷപ്പെട്ടു. രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് ഉറക്കം ഒന്നും സമാധാനമില്ല. രാവിലെ എണീറ്റ് ഉടനെ എടുക്കുക, കുത്തു നോക്കുക എന്താ ഇന്നത്തെ ന്യൂസ്, ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ്. അതറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയില്ല. കാപ്പി കുടിക്കണേക്കാൾ ഊണ് കഴിക്കണ ടി വി ന്യൂസ് ചാനൽ അല്ലേ, മാറി മാറി ന്യൂസ് കണ്ടുകൊണ്ട് എന്നിട്ട് ഇത് മുഴുവൻ സത്യം എന്ന് വിചാരിക്കുക അല്ലേ? ഈ മഹർഷിമാരവരുടെ ഹൃദയം തുറന്നു കാണിച്ചിട്ട് അവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരമാനന്ദവും സ്വാതന്ത്ര്യവും നിങ്ങളും അനുഭവിക്കൂ, വരൂ കുട്ടികളെ, വരൂ വരൂ, ഇതാണ് സത്യം പറയണു. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവണില്ല. രാമായണോ ഭാഗവതോ ഭഗവത്ഗീതയോ ഉപനിഷത്തുകളോ ഒക്കെ പറഞ്ഞു തരുന്ന ഗുരുനാഥന്മാരോടും ആ ശാസ്ത്രങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ പണ്ടേ നമ്മൾ മുക്തരാകും. കാരണം മുക്തി എന്ന് ഉള്ള കാര്യം പുറത്തുനിന്ന് വന്നു ചേരേണ്ട ഒരു വസ്തുതയല്ലേ? ആത്മാവ് എപ്പോഴും മുക്തമാണ്. ഈ മനസ്സ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണ മനസ്സൊന്നും ഇങ്ങോട്ട് തിരിയേ വേണ്ടൂ, ഇത്രേ ഉള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞ മനസ്സൊന്നും ഇങ്ങോട്ട് തിരിയണേ. അബൌട്ട് ടേൺ, യു ടേൺ. കാറ് യു ടേൺ എടുക്കില്ലേ, അതല്ല യു ടേൺ, ഇത്രേ ഉള്ളൂ കാര്യം. പക്ഷെ അത് വലിയ കാര്യമാണ്. അതിന് നമ്മെ സഹായിക്കണം ഈ ഫെയ്ത്ത്. ഫെയ്ത്ത് മോസ്റ്റ് മൗണ്ടൻ എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയാം. മലയെപ്പോലും മറച്ചിടാനുള്ള കഴിവുണ്ടത്രേ ഈ ഫെയ്ത്തിന്. ഫെയ്ത്ത് വേണം. അമ്മയുടെ വാക്കിൽ ഫെയ്ത്ത് വേണം നമുക്ക്, ഗുരുനാഥൻ്റെ വാക്കിൽ ഫെയ്ത്ത് വേണം നമുക്ക്, ശാസ്ത്രത്തിൽ ഫെയ്ത്ത് വേണം നമുക്ക്, മന്ത്രത്തിൽ ഫെയ്ത്ത് വേണം, ഭരിക്കുന്ന ഇഷ്ടദേവതയിൽ ഫെയ്ത്ത് വേണം. അതാണ് ശ്രദ്ധാനുരൂപം ഫലം എന്നാണ് പറയുക. അപ്പോൾ ആ ശ്രദ്ധ ആദ്യം ഉണ്ടാവണം. ആ ശ്രദ്ധ വന്നാലോ അവർ പറഞ്ഞു തരുന്ന അനുഷ്ഠാനങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യും, രതി. അല്ലെങ്കിലോ മെക്കാനിക്കലായിട്ട് ഇത്ര മാല ജപിക്കണം അതുകൊണ്ട് ജപിക്കുക, അതിൽ ഹൃദയം ഉണ്ടാവില്ല. കാരണം ഇൻ്റലക്റ്റ് ഈസ് നോട്ട് കൺവിൻസ്ഡ്. മനസ്സിലായോ? ഈ മഹത്തായ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രഭാവത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചൊക്കെ നല്ലോണം ബോധ്യം വരണം ബുദ്ധിക്ക്. അതിനാണ് ശാസ്ത്രമൊക്കെ സഹായിക്കുക. അപ്പോൾ ശ്രദ്ധ വന്നാൽ ആ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി നമ്മൾ അനുഷ്ഠാനം ചെയ്യും. അങ്ങനെ വരുമ്പോഴോ അതിൻ്റെ ഫലം നമുക്ക് ഭക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഭക്തിയുടെ അടിത്തറ ശ്രദ്ധയാണത്രേ എന്നർത്ഥം. ദർ ഈസ് ടു തിങ്സ്, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. എന്താ രണ്ട് തമ്മിൽ വ്യത്യാസം? ബിലീഫ് സൂപ്പർ ഫ്ലോസ് എന്ന് പറയും അല്ലേ, ഉപരിപ്ലവമാണ്. മനസ്സിൻ്റെ തലത്തിലാണ് വിശ്വാസം. ഇന്നത്തെ വിശ്വാസം നാളത്തെ അവിശ്വാസിയാവാം, ഇന്നത്തെ അവിശ്വാസം നാളത്തെ വിശ്വാസിയാവാം. നമ്മൾ കാണണ്ടല്ലോ നാട്ടിൽ അല്ലേ? അതെ, നമ്മളെക്കാൾ പവർഫുള്ളായ ഒരു യുക്തിവാദി വന്ന് നമ്മൾ പറഞ്ഞാലോ നമ്മുടെ വിശ്വാസമൊക്കെ മാറിയെന്ന് വരാം. ശരിയല്ലേ? അവർ ഹയർ ഇൻ്റലക്റ്റിനെ ലോവർ ഇൻ്റലക്റ്റിനെ മാറ്റി മറിക്കാൻ പറ്റും.
വിശ്വാസം മാറാം, പക്ഷേ ഫെയ്ത്ത് ആയാലോ? ഫെയ്ത്ത് പറഞ്ഞില്ലേ, ഇളകില്ല, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല അറിയും. അതാണ് ഫെയ്ത്ത്. എന്താ അപ്പോൾ ഇത് നമുക്കൊക്കെ നോക്കൂ, ഗുരുദേവൻ പറയാണ്, ചിന്മയാനന്ദ സ്വാമി പറയാണ്, ഈ ലോകത്തിൽ വിശ്വാസം ഇല്ലാത്തവരില്ല. ഒരു അദൃശ്യമായ ശക്തിയെ വിശ്വസിക്കേണ്ട ഈ നാസ്തികന്മാർ പോലും, എല്ലാവർക്കും ഉണ്ടൊരു വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ജീവിതം പോണത്. പക്ഷേ എന്താണ് ആ ഈശ്വരൻ്റെ സ്വരൂപം? എന്താണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ? ഈശ്വരൻ എന്താ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ആൻഡ് ഗോഡ് ആൻഡ് യു ആൻഡ് ഗോഡ് ആൻഡ് വേൾഡ്? ഭഗവാന്റെ സ്വരൂപം എന്ത്? ഭഗവാനും നമ്മളും തമ്മിലും ഭഗവാനും ഈ ലോകവും തമ്മിലൊക്കെ എന്താ ബന്ധം? ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? അതിനാണ് ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ദാറ്റ് ബിലീഫ് റീഇൻഫോഴ്സ്ഡ് വിത്ത് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നേച്ചർ ഓഫ് ഗോഡ്, അത് വരുമ്പോഴാണ് ആ ബിലീഫ് തന്നെ ഫെയ്ത്തായിട്ട് മാറുന്നത്രേ.